അപ്പൊ നമ്മൾ ഫോക്ലോറിലെ 4ാമത്തെ യൂണിറ്റിലെ കുറച്ച് ഭാഗങ്ങൾ വരെ എടുത്തു കഴിഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പൊ ഫോക്ലോർ എന്ന് പറയുന്നത് എന്തായിരുന്നു, അല്ലെങ്കിൽ അതിന്റെ നിർവചനങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നൊക്കെയുള്ളത് നമ്മൾ ഫസ്റ്റ് ബ്ലോക്കിൽ പഠിച്ചിട്ടുണ്ട്. സാമാന്യമായിട്ട് ഫോക്ലോറിനെ ഒന്ന് പരിചയപ്പെടുക, അതുപോലെ തന്നെ ഫോക്ലോർ എന്ന് പറയുന്ന പദം എങ്ങനെയാണ് വന്നിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാം അല്ലെ. അപ്പൊ അധീനിയ മാസികയ്ക്ക് എഴുതിയിട്ടുള്ള കത്തിലാണ് ഫോക്ലോർ എന്ന് പറയുന്ന പദം ആദ്യമായിട്ട് എന്താ പറയാ എഴുതിയിട്ടുള്ളത്, പ്രയോഗിക്കപ്പെടുന്നത് അല്ലെ. അതിനുശേഷം ഇങ്ങോട്ട് ഫോക്ലോറിനെ കുറിച്ച് ഒരുപാട് പഠനങ്ങൾ നടന്നു, ഒരുപാട് തരത്തിലുള്ള എന്താ പറയാ നിർവചനങ്ങളും അതുപോലെ തന്നെ വ്യാഖ്യാനങ്ങളും ഒക്കെ ഫോക്ലോറിന് ഉണ്ടായിട്ടുണ്ട്. ഫോക്ലോറിനെ കുറിച്ച് ഒരുപാട് ആളുകൾ, രാഘവൻ പയ്യനാടിനെ പോലെയുള്ള ഒരുപാട് ആളുകൾ പുസ്തകങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. പിന്നെ ഫോക്ലോറിൽ എന്തൊക്കെയാണ് പെടുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു. എന്താണ് ഈ ഫോക്ലോർ എന്ന് പറയുന്നത്? പരമ്പരാഗതമായിട്ട് അല്ലെങ്കിൽ പഴയ കാലം മുതലേ നമ്മൾ തുടർന്നു പോരുന്ന ഒരു പാരമ്പര്യമായിട്ടുള്ള എന്തെങ്കിലും ഒരു സംഭവം, ഒരു കൂട്ടത്തെ സംബന്ധിക്കുന്ന ഒരു കാര്യമാണ് ഫോക്ലോർ എന്ന് പറയുന്നത് അല്ലെ. ഫോക്ക് എന്ന് പറയുന്നത് എന്തായിരുന്നു? സമൂഹത്തിന്റെ ഒരു കൂട്ടത്തെയായിരുന്നു ഫോക്ക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ലോർ എന്ന് പറയുന്നത് വിജ്ഞാനം, അറിവിനെയാണ് ഉദ്ദേശിക്കുന്നത് അല്ലെ. അപ്പോൾ നമ്മൾ ഫോക്ലോറിനെ എന്താ പറയാ മലയാളീകരിക്കുന്ന സമയത്ത് നാട്ടറിവ് എന്നാണ് നമ്മൾ പൊതുവായിട്ട് പറയുന്നത്. അപ്പൊ നമ്മളിപ്പോ 4ാമത്തെ യൂണിറ്റിലേക്ക് കടന്നിട്ടുണ്ട്, 4ാമത്തെ ബ്ലോക്കിലേക്ക് കടന്നിട്ടുണ്ട്. അപ്പോ 4ാമത്തെ ബ്ലോക്കില് ഈ ഫോക്ലോറിന്റെ ഇന്നത്തെ പ്രസക്തി, വർത്തമാനകാല പ്രസക്തിയും ഇന്ന് എങ്ങനെയൊക്കെയാണ് ഫോക്ലോർ മുന്നോട്ട് പോകുന്നത്, ഫോക്ലോർ പഠനം മുന്നോട്ട് പോകുന്നത് എന്നതിനെ കുറിച്ചൊക്കെ ആയിരുന്നു ബ്ലോക്ക് 4ലെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ടായിരുന്നത്. അപ്പൊ ബ്ലോക്ക് 4ല് നമ്മൾ എന്താണ് ഈ ഗവേഷണം, ഫോക്ലോർ പഠന രീതി എങ്ങനെയാണ് എന്നുള്ളത്, എങ്ങനെയാണ് നമ്മൾ ഒരു ഫോക്ലോറിനെ പഠിക്കേണ്ടത്. 4ാമത്തെ ബ്ലോക്കിൽ നമ്മൾ ഫോക്ലോർ പഠന രീതി എങ്ങനെയാണ് എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതായത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എങ്ങനെയാണ് നമ്മൾ ഫോക്ലോറിനെ പഠിക്കേണ്ടത്, എങ്ങനെയാണ് ഒരു ഗവേഷണം മുന്നോട്ട് പോകേണ്ടത് എന്നുള്ള കാര്യം. അതിലെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ഒരു ഘടകം എന്ന് പറയുന്നത് ഏതായിരുന്നു? ഫീൽഡ് വർക്ക് ആയിരുന്നു അല്ലെ, ബാഹ്യമണ്ഡല പ്രവർത്തനം. അതായത് നമ്മൾ ഏതൊരു ഫോക്കിനെ കുറിച്ചും പഠിക്കുകയാണെങ്കിൽ, ഉദാഹരണത്തിന് നമുക്ക് തെയ്യം തന്നെയാണ് നമ്മളുടെ ഏറ്റവും ബെസ്റ്റ് ഉദാഹരണം അല്ലെ. അപ്പൊ തെയ്യത്തിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് തെയ്യത്തെ കുറിച്ച് പഠിക്കണം ശാസ്ത്രീയപരമായിട്ട്. അതായത് ഒരു ഫോക്ലോർ എന്നുള്ള രീതിയിൽ നമുക്ക് തെയ്യത്തിന്റെ ചരിത്രവും വർത്തമാനവും ഒക്കെ നമുക്ക് പഠിക്കേണ്ടതുണ്ട്. അപ്പൊ നമ്മൾ എന്താണ് ചെയ്യുക? അതിന്റെ ഫീൽഡ് വർക്ക് ചെയ്യണം. അതായത് തെയ്യത്തിന്റെ പശ്ചാത്തലം അല്ലെങ്കിൽ സാധാരണമായിട്ടുള്ള ഒരു സ്വാഭാവിക പരിതസ്ഥിതി എന്താണ്, ആ ഒരു സ്ഥലത്ത് പോയിട്ട് നമ്മൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കണം. ആദ്യം നമ്മൾ നിരീക്ഷിക്കണം അല്ലെ. അവിടെ സ്വാഭാവികമായിട്ടുള്ള പരിസരത്ത് നിന്ന് നമ്മൾ അതിനെ നിരീക്ഷിക്കണം, അതിനെക്കുറിച്ച് പഠിക്കണം. തുടർന്ന് എന്താ പറയാ അഭിമുഖത്തിലൂടെയും അതുപോലെ തന്നെ ചോദ്യാവലിയിലൂടെയും ഒക്കെ നമുക്ക് ആവേദകരിൽ നിന്നും, ആവേദകർ എന്ന് പറയുന്നത് ആരായിരുന്നു? നമുക്ക് വിവരം തരുന്ന ആളാണ് ആവേദകർ അല്ലെ. അപ്പൊ ആ ആവേദകരിൽ നിന്നും കൃത്യമായിട്ടുള്ള ഒരു എന്താ പറയാ വിവരങ്ങൾ നമ്മൾ ശേഖരിക്കണം. അതിനെയാണ് നമ്മൾ എന്ത് പറയാ? ദത്തശേഖരണം എന്ന് പറയാം. അപ്പൊ ദത്തശേഖരണത്തിനുള്ള പല വഴികളാണ് അഭിമുഖ രീതി, സർവേ, ചോദ്യാവലി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ. അപ്പൊ അതിനൊക്കെ കൃത്യമായിട്ടുള്ള ഘടകങ്ങളും അതുപോലെ തന്നെ കൃത്യമായിട്ട് ഓരോ ചിട്ടവട്ടങ്ങളും ഒക്കെ ഉണ്ട് എന്നുള്ളത് നമുക്കറിയാം. സുഘടിതമായിട്ടുള്ള അഭിമുഖവും ഉണ്ട്, സുഘടിതമല്ലാത്ത അഭിമുഖവും ഉണ്ട് അല്ലെ. അതായത് നമ്മൾ ആദ്യമേ ചോദ്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് പോകുന്നതിനെയാണ് സുഘടിതമായ അഭിമുഖം എന്ന് പറയുന്നത്. പിന്നീട് സെറ്റ് ചെയ്യാതെ എന്താ പറയാ അവിടെ നിന്ന് ആ ഒരു സ്വാഭാവിക പരിസരത്ത് നിന്ന് നമുക്ക് മനസ്സിൽ വരുന്ന ചോദ്യങ്ങൾ, നമുക്ക് വേണ്ടുന്ന കാര്യങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമുള്ള ചോദ്യങ്ങൾ അവരോട് ചോദിക്കാവുന്നതാണ്. അതിനെ കുറിച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിനെക്കുറിച്ചൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ഫോക്ലോർ ഡോക്യുമെന്റേഷനെ കുറിച്ച് പറഞ്ഞു, ഫോക്ക് ആർക്കൈവ്സിനെ കുറിച്ച് പറഞ്ഞു. ആർക്കൈവ്സ് ഒക്കെ എന്തായിരുന്നു? വിവരശേഖരണ രീതി തന്നെയാണ്. എന്താണ്? ചരിത്ര രേഖകളൊക്കെ സൂക്ഷിച്ചു വെക്കുന്ന ഒരു മ്യൂസിയം പോലെയുള്ള സംഭവമാണ് ഫോക്ക് ആർക്കൈവ്സ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ നമ്മൾ അതിന്റെ ചിത്രങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇനി നമുക്ക് ഫോക്ക് ഇൻഫർമാറ്റിക്സിലേക്കാണ് പോകേണ്ടത്. അടുത്തതായിട്ട് നമുക്ക് എന്തിനെ കുറിച്ചാണ് പരിചയപ്പെടേണ്ടത്? ഫോക്ക് ഇൻഫർമാറ്റിക്സ് എന്ന് പറഞ്ഞത് എന്താണ് എന്നുള്ളത്.
എന്നുള്ളത്. അപ്പൊ ഈ ഒരു വർത്തമാന കാലത്ത് നമുക്കറിയാം കമ്പ്യൂട്ടറിന്റെ ഒക്കെ എന്താ പറയാ വിപുലമായിട്ടുള്ള ഒരു രീതി നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ. എന്താ എല്ലാ പഠനത്തിനും ഒരുവിധം എല്ലാ പഠനത്തിനും നമ്മൾ ഡിജിറ്റലൈസേഷനും അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ഇൻഫർമാറ്റിക്സും ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോ ഈ വിവരശേഖരണം തന്നെയാണ് ഫോക്ക് ഇൻഫർമാറ്റിക്സ് എന്ന് പറയുന്നത്. അതായത് വിവരം ശേഖരിക്കുന്നതിനും ലഭിക്കുന്നതിനും വേണ്ടിയുള്ള പ്രക്രിയയാണ് ഫോക്ക് ഇൻഫർമാറ്റിക്സ് എന്ന് പറയുന്നത്. എന്താണ്? വിവരം ശേഖരിക്കുന്നതിനും ലഭിക്കുന്നതിനും വേണ്ടിയിട്ടുള്ള പ്രക്രിയ. അതായത് നമ്മുടെ വിവരങ്ങളൊക്കെ കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ട് നമ്മൾ ശേഖരിച്ചു വെക്കുകയും അതിനെ പുനർനിർമ്മിക്കുകയും, അതായത് ഓരോ കാലഘട്ടത്തിനനുസരിച്ച് പല മാറ്റങ്ങളും ഒരു ഫോക്കിന് വരും. പണ്ട് കാലത്ത് ഉണ്ടായിരുന്ന ഒരു തെയ്യക്കോലമല്ല ഇപ്പോൾ ഉള്ളത്. അതിൽ എന്താ പറയാ പാഠഭേദം വരികയും കുറെ പരിണാമങ്ങൾ വരികയും ഒക്കെ ചെയ്തിട്ടുണ്ടാവാം. അപ്പോൾ അതിനെ കുറിച്ചൊക്കെ കൃത്യമായി മനസ്സിലാക്കുകയും അതിന്റെ വിവരങ്ങളൊക്കെ ശേഖരിച്ചു വെക്കുകയും അത് പ്രയോജനകരമാക്കുകയും ചെയ്യുന്ന തരത്തിലാണ് ഇവിടെ ഫോക്ക് ഇൻഫർമാറ്റിക്സ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഒരു സംവിധാനത്തെയാണ് ഫോക്ക് ഇൻഫർമാറ്റിക്സ് എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ഇവിടെ വിശദീകരണം കൊടുത്തിട്ടുള്ളത്? ജനസാമാന്യത്തിൽ നിന്നും ലഭിക്കുന്ന പാരമ്പര്യ സംബന്ധിയായ വിവരങ്ങളെ കമ്പ്യൂട്ടർ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ തരംതിരിക്കുകയും ഭാവി കാലത്തിലേക്കുള്ള ഉപയോഗത്തിനായി രൂപപരിണാമം വരുത്തുകയും ചെയ്യുന്ന രീതിയാണ് ഫോക്ക് ഇൻഫർമാറ്റിക്സിലുള്ളത്. അതായത് കമ്പ്യൂട്ടറിന്റെ സഹായത്തോടു കൂടിയിട്ട് നമുക്ക് നമ്മുടെ മനസ്സിലറിയാം, പണ്ട് കാലത്തൊക്കെ നാടൻ പാട്ടുകളൊക്കെ വാമൊഴി രൂപത്തിലായിരുന്നല്ലേ വരുന്നത്. ഫോക്ലോറുകളൊക്കെ വാമൊഴി രൂപത്തിലാണ് പ്രചരിച്ചുകൊണ്ടിരുന്നത് എന്നുള്ളതും നമുക്കറിയാം. പക്ഷെ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ ഓർമ്മകളെയൊക്കെ എന്താ പറയാ കുറച്ചുകൂടി വെല്ലുന്ന തരത്തിലുള്ള ഒരു മെമ്മറി പവർ ആണ് നമ്മുടെ കമ്പ്യൂട്ടറുകൾക്കുള്ളത് അല്ലെ. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരുപാട് കാലം 1000 വർഷങ്ങൾക്ക് മുന്നേ പഴക്കമുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ നമുക്ക് ശേഖരിച്ചു വെക്കാൻ, ഓർമ്മിച്ചു വെക്കാൻ ഒക്കെ ഏറ്റവും ഫലപ്രദമായിട്ടുള്ള ഒരു സംവിധാനമാണ് ഈ ഫോക്ക് ഇൻഫർമാറ്റിക്സ് എന്ന് പറയുന്നത്. കമ്പ്യൂട്ടറുകളിലൊക്കെ അതിന്റെ വിവരശേഖരണം നടത്തുകയും അത് പുനർനിർമ്മിക്കപ്പെടുകയും അതുപോലെ തന്നെ അതിന്റെ മാറ്റങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്യപ്പെടുകയും ഒക്കെ ചെയ്യുന്ന സംവിധാനമാണ് ഈ ഫോക്ക് ഇൻഫർമാറ്റിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ഈ വർത്തമാന കാലത്ത് ഫോക്ലോർ പഠനത്തിന് ഏറെ സഹായകമാണ്. അതായത് നമുക്കറിയാം പണ്ട് കാലത്തൊക്കെയുള്ള പുസ്തകങ്ങളൊക്കെ ഇപ്പോ നമുക്ക് കിട്ടിക്കൊള്ളണമെന്നില്ല. അപ്പോൾ അത് കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് ഉപകാരപ്രദമാവും. അതൊക്കെ റെഫർ ചെയ്യാനും ഒക്കെ നമുക്ക് പറ്റുന്ന ഒരു വിദ്യ തന്നെയാണ് അല്ലെ. അപ്പോ അത് ഈ ഒരു കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഇനി വരുന്ന കാലഘട്ടത്തിലും ഫോക്ലോർ പഠനത്തിന് വളരെയേറെ സഹായകമായിട്ടുള്ള സംവിധാനമാണ് എന്ന് നമുക്ക് പറയാം. അപ്പൊ ഫോക്ക് ഇൻഫർമാറ്റിക്സ് എന്താണ്? വിവരങ്ങളെ ശേഖരിക്കുന്നതിനും പുനരുപയോഗിക്കുന്നതിനും ഒക്കെ വേണ്ടിയിട്ട് അവയെ തരംതിരിക്കുകയും അങ്ങനെയൊക്കെ ചെയ്തിട്ട് കമ്പ്യൂട്ടറുകളിലൊക്കെ ശേഖരിച്ചു വെക്കുന്നതിനെയാണ് ഫോക്ക് ഇൻഫർമാറ്റിക്സ് എന്ന് പറയുന്നത്. ഡൗട്ട് ഇല്ലല്ലോ? ഈസി അല്ലേ? ഈ ഒരു ബ്ലോക്ക് വലിയ പ്രശ്നമൊന്നുമില്ല കേട്ടോ. കാരണം നമുക്ക് തന്നെ നമ്മളൊരു കാര്യം അന്വേഷിക്കുകയാണെങ്കിൽ, നമ്മളൊരു കാര്യം പഠിക്കുകയാണെങ്കിൽ നമ്മൾ ഏതൊക്കെ വഴിയിലൂടെ സഞ്ചരിക്കും എന്നുള്ളത് നമുക്ക് തന്നെ ഒന്ന് ആലോചിച്ച് നോക്കാം അല്ലെ. അപ്പൊ നമുക്കൊരു വിഷയം തരുന്ന സമയത്ത് നമ്മൾ അതിനെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ പലരോടും ചോദിക്കും, പല തരത്തിലുള്ള വിവരങ്ങൾ നമ്മൾ ശേഖരിക്കും, പുസ്തകത്തിൽ നിന്നുണ്ടോ എന്ന് നോക്കും. അതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളിൽ നിന്നും, എല്ലാ മണ്ഡലങ്ങളിൽ നിന്നും നമ്മൾ വിവരങ്ങൾ ശേഖരിച്ച് പഠിക്കുകയാണ് ചെയ്യുക. അതേ സംഭവം തന്നെയാണ് ഇവിടെയും ഉള്ളത്. അപ്പൊ ഫീൽഡ് വർക്കാണ് ഫോക്ലോർ പഠനത്തിന്റെ ഏറ്റവും അടിത്തറ എന്ന് പറയുന്നത്. ഫീൽഡ് വർക്ക് ഇല്ലാതെ ഫോക്ലോർ പഠനം മുന്നോട്ട് നീങ്ങില്ല. കാരണം എന്താണ്? ഒരു കൂട്ടത്തെ സംബന്ധിച്ചുള്ളതാണ് ഫോക്ലോർ എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പൊ ആ കൂട്ടത്തിൽ നിന്ന് തന്നെ വേണം നമുക്ക് വിവരങ്ങൾ ശേഖരിക്കാൻ വേണ്ടിയിട്ട്. അല്ലാതെ നമ്മൾ ഒരു സ്ഥലത്ത് ഒറ്റയ്ക്ക് ഇരുന്നിട്ട് നമുക്ക് ഭാവനയിൽ അങ്ങ് എഴുതാൻ പറ്റുന്ന ഒരു സംഭവം അല്ല ഈ ഫോക്ലോർ പഠനം അല്ലെങ്കിൽ ഫോക്ലോറിനെ കുറിച്ച് പഠിക്കുക എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? നമുക്ക് അടുത്ത ഒരു ടോപ്പിക്കിലേക്ക് പോയാലോ? ഓക്കെ, അപ്പൊ ഇത്രയും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഈ ഫോക്ക് ഇൻഫർമാറ്റിക്സിനെ പോലെ തന്നെയാണ് അടുത്തതായിട്ട് നമുക്ക് വരുന്ന ഡിജിറ്റലൈസേഷനും കേട്ടോ. അപ്പൊ ഡിജിറ്റലൈസേഷൻ എന്ന് പറയുന്നത് ഫോക്ലോർ അറിവുകളെ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ നഷ്ടമാകാതെ സംരക്ഷിക്കുന്നു. അപ്പൊ നേരത്തെ വിവരങ്ങളൊക്കെ ആയിരുന്നു ശേഖരിച്ചിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ഡിജിറ്റലൈസേഷനിൽ എന്താണ് ചെയ്യുന്നത്? നമ്മുടെ ഈ ഒരു ഫോട്ടോകള്, തെയ്യത്തിന്റെ ഒക്കെ ഫോട്ടോകള്, വീഡിയോകള്, അങ്ങനെ പ്രാചീനമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ നമുക്ക് യൂട്യൂബിലൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട് അല്ലെ. അതുപോലെയൊക്കെ എല്ലാം ശേഖരിച്ചു വെക്കുന്ന ഒരു രീതിയാണ് ഡിജിറ്റലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് വിശദീകരണം? പോയ കാലത്തെ വിജ്ഞാനതലവും പാരമ്പര്യ മൂല്യങ്ങളും ആർജിത സംസ്കാരവും ഡിജിറ്റലൈസ് ചെയ്ത് സൂക്ഷിക്കുന്നത് വരും തലമുറയ്ക്കും അവനവന്റെ വേരുകളെ കുറിച്ച് അവബോധം ഉളവാക്കാൻ സഹായിക്കുന്നു
എന്നുള്ളതാണ്. അപ്പൊ എന്താണ് നമ്മുടെ പാരമ്പര്യത്തെ കുറിച്ച് മനസ്സിലാക്കാനും പാരമ്പര്യത്തിന്റെ എല്ലാ കാര്യങ്ങളെ കുറിച്ചും അറിയാനും അത്തരത്തിലുള്ള ഒരു മൂല്യബോധം പുതുതലമുറയ്ക്ക് ഉണ്ടാക്കിയെടുക്കാനും ഒക്കെ ഈ ഫോക്ലോർ പഠനം സഹായിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്കറിയാം. അതായത് നമുക്ക് ഈ കുട്ടികൾക്കൊക്കെ ഈ പഞ്ചതന്ത്രം കഥകളൊക്കെ പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് എന്താണ് അവരുടെ ഭാവന കൂടി അതിലൂടെ വളരെയാണ്. പൂച്ച സംസാരിക്കുന്നു, സിംഹം സംസാരിക്കുന്നു, ആന സംസാരിക്കുന്നു എന്നൊക്കെ പറയുന്ന സമയത്ത് അവരുടെ ഭാവനയിലും അവർ ആ കഥ മെനഞ്ഞെടുക്കുന്നുണ്ട്. അപ്പൊ അതുപോലെ തന്നെ വരും തലമുറയ്ക്ക് തന്റെ പാരമ്പര്യത്തെ കുറിച്ച് മനസ്സിലാക്കാൻ, തന്റെ വേരുകളെ കുറിച്ച് മനസ്സിലാക്കാൻ ഒക്കെ ഈ ഒരു ഫോക്ലോർ പഠനം അത്യാവശ്യമാണ്. അപ്പോ വരും തലമുറയ്ക്ക് വേണ്ടി ശേഖരിച്ചു വെക്കുക, ഡിജിറ്റലൈസ് ചെയ്ത് ശേഖരിച്ചു വെക്കുന്നതിനെയാണ്, വിവരങ്ങൾ ശേഖരിച്ചു വെക്കുന്നതിനാണ് എന്ത് പറയുന്നത്, ഡിജിറ്റലൈസേഷൻ എന്ന് പറയുന്നത്. ഏകദേശം ഒരേപോലെയാണ് ഇത് കണക്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ. വേറെ വേറെ പേരുകൾ കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. പേടിക്കാനൊന്നുമില്ല, ഈസി ആയിട്ടുള്ള കാര്യം തന്നെയാണ്. ഓക്കെ, ഇനി അടുത്തൊരു സംഭവം എന്ന് പറയുന്നത് വിവരശേഖരണത്തിന്റെ കാര്യങ്ങൾ തന്നെയാട്ടോ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോ അടുത്തതാണ് എന്ത്, പാരമ്പര്യ വിജ്ഞാനങ്ങളുടെ രജിസ്റ്റർ തയ്യാറാക്കൽ എന്ന് പറയുന്നത്. പാരമ്പര്യ രജിസ്ട്രികൾ എന്ന് പറയും. അതായത് ഒരു പ്രത്യേക ജനസമൂഹത്തിന്റെയോ ദേശത്തിന്റെയോ മാത്രമായിട്ടുള്ള വിജ്ഞാനം രേഖപ്പെടുത്തുന്ന ഔദ്യോഗിക രേഖകളാണ് രജിസ്റ്ററുകൾ എന്ന് പറയുന്നത്. അതായത് തദ്ദേശീയമായിട്ട് ഒരു പ്രദേശത്തിന്റെ, ഒരു പ്രത്യേകമായിട്ടുള്ള ജനസമൂഹത്തിന്റെ ഫോക്ക് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളെയൊക്കെ വിശദീകരിച്ച് ശേഖരിച്ചു വെക്കുന്ന, അല്ലെങ്കിൽ അതിനെ കുറിച്ചൊക്കെയുള്ള വിവരങ്ങൾ ശേഖരിച്ചു വെക്കുന്ന ഒരു രജിസ്റ്റർ ആണ് ഈ പാരമ്പര്യ വിജ്ഞാനങ്ങളുടെ രജിസ്റ്റർ എന്ന് പറയുന്നത്, പാരമ്പര്യ രജിസ്ട്രി എന്ന് പറയുന്നത്. അപ്പൊ ഇതിനെ ട്രഡീഷണൽ നോളജ് രജിസ്ട്രി എന്ന് പറയുന്നത്, അതായത് TK രജിസ്ട്രി എന്ന് കൂടി പറയുന്നുണ്ട്. അങ്ങനെ ഒരു പേര് കൂടി ഇതിനുണ്ട് കേട്ടോ. ഓക്കെ, തദ്ദേശീയമോ ഒരു ജനസമൂഹത്തിൻ്റെതു മാത്രമായോ ആയ അറിവുകൾ വിവരിക്കുന്ന ഡോക്യുമെന്റേഷനുകളുള്ള ഔദ്യോഗിക രേഖകളാണ് രജിസ്ട്രികൾ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ പ്രദേശത്തിന്റെ വിവരങ്ങളും നമ്മുടെ പ്രദേശത്തിലെ ഫോക്ക് സംബന്ധമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ, ജനസമൂഹത്തെ സംബന്ധിച്ചിട്ടുള്ള അവരുടെ ജീവിത രീതി എങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ അവരുടെ കെട്ടിടങ്ങളൊക്കെ എങ്ങനെയായിരുന്നു എന്നുള്ളതൊക്കെ ഫോക്കിൽ ഉൾപ്പെടുന്ന കാര്യങ്ങളാണ് അല്ലെ. അപ്പോൾ അതിനെയൊക്കെ സംബന്ധിച്ചിട്ടുള്ള ഔദ്യോഗിക രേഖകളെയാണ് നമ്മൾ ഈ പാരമ്പര്യ രജിസ്ട്രികൾ എന്ന് പറയുന്നത്. ഓക്കെ അല്ലെ, ഔദ്യോഗിക രേഖകളാണ് എന്നുള്ളത് കൃത്യമായിട്ട് ഓർത്തു വെക്കാം. മറ്റതൊക്കെ നമ്മൾ കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ട് ശേഖരിച്ചു വെക്കുന്നു എന്ന് മാത്രമായിരുന്നു. അപ്പൊ അടുത്തതായിട്ട് നമുക്ക് ഫോക്ലോർ പഠനത്തിന്റെ പ്രസക്തിയെ കുറിച്ച് കുറച്ച് ആളുകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ കുറെ ബുക്സിലും ലേഖനത്തിലും ഒക്കെ ഇതിനെ കുറിച്ചൊക്കെ വിശദീകരണങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോ ഫോക്ലോർ പഠനത്തിന്റെ പ്രസക്തിയെ കുറിച്ച് ഭക്തവത്സല റെഡ്ഡി എന്നും അതുപോലെ തന്നെ ഡോക്ടർ EK ഗോവിന്ദ വർമ്മ രാജ എന്ന് പറയുന്ന 2 ലേഖകര് എഴുതിയിട്ടുള്ള ലേഖനത്തിലുള്ള കുറച്ച് ഭാഗങ്ങളൊക്കെയാണ്, അതിലെ അവരുടെ അഭിപ്രായങ്ങളും ഒക്കെയാണ് നമുക്ക് ഈ ഒരു ടോപ്പിക്കിൽ പഠിക്കാനുള്ളത്. അപ്പോ ഈ പേരുകൾ ഓർമ്മിച്ചു വെക്കുക. ഭക്തവത്സല റെഡ്ഡി, ഡോക്ടർ EK ഗോവിന്ദ വർമ്മ രാജ, ഇവരാണ് ഈ ലേഖനം എഴുതിയിട്ടുള്ളത്. അപ്പോ പരമ്പരാഗതമായിട്ട് നമ്മുടെ ഈ ഒരു ഫോക്ലോർ എന്ന് പറയുന്നത് നമ്മുടെ പാരമ്പര്യ സത്തയാണല്ലോ. അപ്പോ ആ സംഭവം തലമുറയിൽ നിന്നും തലമുറയിലേക്ക് ഇങ്ങനെ കൈമാറി വന്നുകൊണ്ടിരിക്കുകയാണ്, അത് അനുകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് പാഠഭേദമൊക്കെ ഉണ്ടെങ്കിൽ പോലും ആ പാരമ്പര്യമായിട്ട് കിട്ടിയ സംഭവം തന്നെയാണ് ഇപ്പോഴും നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതാണ് ഇവിടെ പറയുന്നത്. പാരമ്പര്യ സത്ത തലമുറയിൽ നിന്നും തലമുറയിലേക്ക് പ്രകടനങ്ങളിലൂടെ സംക്രമിക്കുന്നു എന്ന്. അതായത് തെയ്യം തന്നെ പരമ്പരാഗതമായിട്ട് നമുക്ക് കൈമാറി വന്നൊരു സംഭവമാണ് എന്നറിയാം. അപ്പൊ അത് പ്രകടനങ്ങളിലൂടെ തന്നെ, അതായത് അതിനെ നമ്മൾ അനുകരിച്ചുകൊണ്ട് തന്നെ അത് തലമുറയിൽ നിന്നും തലമുറയിലേക്ക് ഇങ്ങനെ സംക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ ഒരു സാഹചര്യത്തില് ഫോക്ലോർ പഠനത്തിന്റെ പ്രസക്തി എന്താണ് എന്നുള്ളതിനെയാണ് പ്രധാനമായിട്ടും ഈ ഒരു ലേഖനം വിശദീകരിക്കുന്നത്. എന്തൊക്കെയാണ് അതിന്റെ അഭിപ്രായങ്ങളൊക്കെയാണ് ഇവര് 2 പേരും പറയുന്നത്. ഓക്കെ, അപ്പോ ഇത്തരമൊരു സാഹചര്യത്തിൽ ഫോക്ലോർ പഠനത്തിന്റെ പ്രസക്തി നിർണയിക്കുന്ന ലേഖനമാണ് N ഭക്തവത്സല റെഡ്ഡിയും EK ഗോവിന്ദ വർമ്മ രാജയും ചേർന്ന് എഴുതിയിരിക്കുന്നത് എന്ന് പറയുന്നുണ്ട്.
ഓക്കെ അല്ലേ? അപ്പൊ എന്തൊക്കെയാണ് അവര് പറയുന്നത്, ഈ ഫോക്ലോറിന് ഈ ഒരു വർത്തമാന കാലത്ത് എന്തൊക്കെയാണ് പ്രസക്തി ഉള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് അവര് പറയുന്നത്. അപ്പൊ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. പാരമ്പര്യത്തിന്റെ സംഭരണിയാണ് ഫോക്ലോർ എന്ന് അവർ പറയുന്നുണ്ട്. ശരിയാണല്ലേ? അതായത് നമ്മുടെ പാരമ്പര്യമായിട്ട് നമുക്ക് കൈമാറി വന്നിട്ടുള്ള, നമുക്ക് ആദ്യമേ നമ്മൾ പഠിച്ചിട്ടുണ്ട്, വാമൊഴിയിലൂടെയാണ് ഫോക്ലോർ എന്ന് പറയുന്നത് വാമൊഴിയിലൂടെയാണ് പ്രചരിക്കുന്നത് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പാരമ്പര്യത്തിന്റെ സംഭരണിയാണ് ഫോക്ലോർ എന്ന് പറയുന്ന സമയത്ത് അത് തീർത്തും നമുക്ക് ശരിയായിട്ടുള്ള യോജിക്കാവുന്ന കാര്യം തന്നെയാണ്. സ്വത്വബോധത്തിലേക്കും നമ്മുടെ വേരുകളിലേക്കും ആഴ്ന്നിറങ്ങി ഭാവിയെ കരുപ്പിടിപ്പിക്കാൻ ഇത്തരം പഠനം ഉതകുന്നു എന്ന് പറയുന്നുണ്ട്. അതായത് നമ്മൾ ആരായിരുന്നു, അല്ലെങ്കിൽ നമ്മുടെ പൂർവികരൊക്കെ എങ്ങനെയായിരുന്നു ജീവിച്ചിട്ടുണ്ടായിരുന്നത്, അവരുടെ ജീവിത രീതി എന്തൊക്കെയായിരുന്നു, നമ്മുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ എന്തൊക്കെയായിരുന്നു എന്നുള്ളതിനെ കുറിച്ചൊക്കെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാനും, നമ്മുടെ സ്വത്വം എന്താണ്, നമ്മുടെ ഉള്ളിലുള്ള സത്ത എന്താണ് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കാനും, ഭാവിയിലേക്ക് നമുക്ക് അതിനെ തുടർന്ന് കൊണ്ടുപോകണോ വേണ്ടയോ എന്നുള്ളതൊക്കെ നിശ്ചയിക്കാനും, അതായത് ആചാരങ്ങളിൽ തന്നെ ഒരുപാട് ആചാരങ്ങളെ നമ്മൾ ഇപ്പൊ തള്ളിക്കളഞ്ഞിട്ടുണ്ട്. പല ആചാരങ്ങളും ഇപ്പൊ അനുഷ്ഠിക്കുന്നില്ല എന്ന് പറയാം. പക്ഷെ അനുഷ്ഠാനങ്ങൾ എന്ന് പറയുന്നത് നിർബന്ധമായിട്ടും നമ്മൾ അനുഷ്ഠിക്കേണ്ടുന്ന കാര്യങ്ങളെയാണ് നമ്മൾ അനുഷ്ഠാനങ്ങൾ എന്ന് പറയുന്നത്. അത് നമ്മുടെ ദൈവവും നമ്മളും ആയിട്ടുള്ള, മനുഷ്യനും ദൈവവുമായിട്ടുള്ള ഇടപാടുകളാണ് അനുഷ്ഠാനങ്ങൾ എന്ന് പറയുന്നത്. പക്ഷെ ആചാരങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് തോന്നും അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും ഒന്ന് തന്നെയല്ലേ എന്ന്. പക്ഷെ അല്ല. ആചാരങ്ങൾ എന്ന് പറയുന്ന സമയത്ത് മനുഷ്യന് വേണ്ടി നിർമ്മിച്ചിട്ടുള്ള ഒരുപാട് ചട്ടങ്ങളും നിയമങ്ങളും ഒക്കെയാണ് ആചാരങ്ങൾ ഉൾപ്പെടുന്നത്. അതായത് വൈകുന്നേരം വിളക്ക് വെക്കണം എന്നുള്ളത് ഒരു ആചാരമാണ്. അത് മനുഷ്യന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്, അതൊരു അനുഷ്ഠാനമല്ല. പക്ഷേ തെയ്യം കളിക്കുക അല്ലെങ്കിൽ തിറ കളിക്കുക അങ്ങനെയൊക്കെ ഉള്ളത് അനുഷ്ഠാനമാണ്. കാരണം ദൈവവും മനുഷ്യനും തമ്മിലുള്ള ഇടപാടാണത്. അപ്പോ അത്തരത്തിലൊരു വ്യത്യാസം അനുഷ്ഠാനവും ആചാരവും തമ്മിലുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകണം. ആചാരങ്ങളൊക്കെ കുറെയൊക്കെ നിന്ന് പോയിട്ടുണ്ട്, അതായത് ഇനിയും പാലിക്കപ്പെടാതെ പോകുന്നുണ്ട്. അപ്പൊ അത് ശരിയാണോ, എന്താ പറയാ, ഇനിയും തുടരണോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഭാവിയെ കരുപ്പിടിപ്പിക്കാനും കൂടി ഈ ഒരു ഫോക്ലോറിനെ കുറിച്ചുള്ള പഠനം ഉതകുന്നുണ്ട് എന്നാണ് ഇവിടെ പറഞ്ഞു വയ്ക്കുന്നത്. പിന്നെ എന്താണ് അടുത്ത പോയിന്റ്? ശകലിതമാക്കപ്പെട്ട വർത്തമാനകാല സമൂഹത്തെ ഏകീകരിച്ച് സഹവർത്തിത്വം സൃഷ്ടിക്കാൻ ഫോക്ലോർ പഠനം സഹായിക്കുന്നു. ശരിയാണല്ലേ? അതായത് നമുക്ക് ഏതൊരു ഫോക്ലോറും ഒരു കൂട്ടത്തിൻ്റെതാണ് എന്ന് നമുക്കറിയാം. അപ്പൊ ആ ഒരു കൂട്ടത്തില് മതപരമായിട്ടും ഒക്കെ മതേതരമായിട്ടൊക്കെയാണ് നമ്മുടെ ഓരോ ആഘോഷങ്ങളും ഉത്സവങ്ങളും ഒക്കെ, ഓണമൊക്കെ എന്താ പറയാ, ജാതി മതം എന്നുള്ളതൊക്കെ വിട്ടുകൊണ്ട് ഒരുമിച്ച് ഏകീകരിച്ചുകൊണ്ടാണ് സമൂഹത്തിലെ എല്ലാ മനുഷ്യരും കൊണ്ടാടുന്നത്, ആഘോഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ശകലിതമാക്കപ്പെട്ട വർത്തമാനകാലം, ഭിന്നിച്ച് കഴിയുന്ന വർത്തമാന കാലഘട്ടത്തെ കുറച്ചുകൂടി ഒന്ന് ഏകീകരിക്കാനും സമൂഹത്തിൽ സഹവർത്തിത്വം കൊണ്ടുവരാനും ഈ ഫോക്ലോർ പഠനം സഹായിച്ചിട്ടുണ്ട് എന്നുള്ളത് കൃത്യമായിട്ടുള്ള കാര്യം തന്നെയാണ്. പിന്നെ തദ്ദേശ സംസ്കാരത്തിന്റെ സംരക്ഷണത്തിന് ഫോക്ലോർ ഏറെ പരിരക്ഷ നൽകുന്നുണ്ട്. അതായത് തദ്ദേശ സംസ്കാരം എന്ന് പറയുന്നത് നമ്മുടെ പ്രദേശത്ത് എന്താണോ സംസ്കാരം, അതായത് ചില ഭാഗങ്ങളിലൊക്കെ ഓണത്തിന് പൊട്ടൻ തെയ്യം എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അതായത് എല്ലാ വീടുകളിലും ഇങ്ങനെ ഓണത്തപ്പനായിട്ട് വേഷം കെട്ടിയിട്ട് പോകുന്ന ഒരു സംഭവമുണ്ട്. ചില പ്രദേശങ്ങളിൽ പൊട്ടൻ തെയ്യം എന്നൊക്കെ പറയുന്ന സംഭവങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ തദ്ദേശീയപരമായിട്ട് ഓരോ പ്രദേശങ്ങളിലുമുള്ള ഫോക്ലോറിനെ എന്താ പറയാ, ആ ഒരു സംസ്കാരത്തെ മുറുകെ പിടിക്കാൻ ഈ ഫോക്ലോർ പഠനം സഹായിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു പോയിന്റുകളായിട്ട് തന്നെ നിങ്ങൾ പഠിച്ചു വെക്കാം. അടുത്ത പോയിന്റ് എന്താണ്? ആഗോളീകരണം ജീവിതത്തിന്റെ സമസ്ത മേഖലകളെയും സ്വാധീനിക്കുകയും നിയന്ത്രിക്കുകയും ഭൂതകാലത്തെ ഉപേക്ഷിച്ചുകൊണ്ട് വർത്തമാനകാലത്തിൽ അഭിരമിക്കാൻ ജനങ്ങളെ സജ്ജരാക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോ ഈ ആഗോളീകരണം വന്നതോടു കൂടിയിട്ട് ഈ പാരമ്പര്യത്തെ ഒക്കെ എല്ലാവരും വെടിഞ്ഞു പോവുകയും എന്താ പറയാ, എല്ലാ മേഖലകളെയും ഒക്കെ എന്താ പറയാ, ഭൂതകാലത്ത് ഒന്നും നമ്മൾ ആലോചിക്കേണ്ട, അല്ലെങ്കിൽ പാരമ്പര്യത്തെ ഒന്നും നമ്മൾ മുറുകെ പിടിക്കേണ്ട, നമുക്ക് പുതിയ കാലഘട്ടത്തിലേക്കാണ് പോകേണ്ടത്, പുതിയ ജീവിതത്തിലേക്കാണ് കടക്കേണ്ടത് എന്നുള്ളതൊക്കെ മനസ്സിൽ കുത്തി നിറച്ചുകൊണ്ട് നമ്മുടെ പാരമ്പര്യ സത്തയെ ഉപേക്ഷിക്കാൻ ഈ ഒരു ആഗോളീകരണം കാരണമായിട്ടുണ്ട് എന്ന് പറയാം. അതിലൂടെ നമ്മുടെ സംസ്കാരത്തിന്റെ തനിമയാണ് അവിടെ നഷ്ടമാവുന്നത്. തനിമ നഷ്ടപ്പെടുന്ന ഒരവസ്ഥയാണ്
അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്നുള്ളതാണ്. പിന്നെ ആഗോളീകരണ കാലത്തിൽ ഫോക്ലോറിന്റെ പ്രസക്തി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും പ്രസക്തി ഉണ്ട് അല്ലെ. നമ്മുടെ പാരമ്പര്യ സത്ത എന്താണെന്നുള്ളത് നമുക്ക് എന്താ പറയാ പുതിയ തലമുറയ്ക്ക് അറിയേണ്ടതുണ്ട്, അവരിൽ മൂല്യബോധം ഉളവാക്കേണ്ടതുണ്ട്. അതിനു വേണ്ടിയിട്ട് ഈ ഫോക്ലോർ പഠനത്തിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ. കാരണം ഇപ്പോ എന്താ പറയാ വാമൊഴിയിലൂടെ പറയുന്ന ഒരു കാര്യങ്ങളും ആരും കേൾക്കാനൊന്നും തയ്യാറല്ല. അതുകൊണ്ട് തന്നെ പഠനത്തിലൂടെ, ഫോക്ലോറിന്റെ പഠനത്തിലൂടെ അത് സാധ്യമാകും എന്നുള്ളത് ആണ് ആഗോളീകരണ ഇതിന്റെ ഒരു ആഗോളീകരണ കാലത്തിൽ ഫോക്ലോർ പഠനത്തിന്റെ ഏറ്റവും വലിയ പ്രസക്തി എന്ന് പറയുന്നത്. നവസാങ്കേതിക വിദ്യയുടെ അഭൂതപൂർവമായ വളർച്ചാ വേളയിൽ ജനമനസ്സുകളിൽ പാരമ്പര്യ ബോധവും തനിമയും നിറയ്ക്കാനും അതിജീവനത്വര ഉളവാക്കാനും ഇത്തരം പഠനങ്ങൾക്ക് കഴിയുന്നുണ്ട്. അതെ, നമ്മുടെ കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ടുള്ള ഈ ഒരു കാലഘട്ടത്തില് എന്താണ് പാരമ്പര്യ ബോധത്തെ കുറിച്ചും ഒക്കെ ഒരു സാമാന്യ അവബോധം നൽകാനും എന്തായിരുന്നു തങ്ങളിൽ അല്ലെങ്കിൽ തങ്ങളുടെ സംസ്കാരം അല്ലെങ്കിൽ ആ സംസ്കാരത്തിലൊക്കെയുള്ള അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും ഉത്സവങ്ങളും ജീവിത രീതികളും വസ്ത്രധാരണങ്ങളും ഭക്ഷണ രീതികളും ഒക്കെ എന്തൊക്കെയായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനും ഒക്കെ ഈ ഒരു ഫോക്ലോർ പഠനം പുതുതലമുറയെ സഹായിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മുന്നേ പറഞ്ഞിട്ടുള്ള ഫോക്ക് ഇൻഫോർമാറ്റിക്സ്, ഫോക്ക് ആർക്കൈവൽസ്, പിന്നെ ഡിജിറ്റലൈസേഷൻ തുടങ്ങിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ പുതിയ തലമുറയ്ക്ക് ഇതൊക്കെ മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നിലനിൽക്കുന്നത്, അല്ലെങ്കിൽ അതൊക്കെ ശേഖരിക്കപ്പെടുന്നത് അതിന് വേണ്ടിയിട്ടാണ് എന്നുകൂടി നമുക്ക് പറഞ്ഞു വെക്കാവുന്നതാണ്. അപ്പൊ അത്രയാണ് ഫോക്ലോറിന്റെ വർത്തമാനകാല പ്രസക്തി എന്ന് പറഞ്ഞിട്ട് ഭക്തവത്സലനും അതുപോലെ തന്നെ ഗോവിന്ദ വർമ്മരാജയും കൂടി എഴുതിയിട്ടുള്ള ലേഖനത്തിൽ ചുരുക്കമായിട്ട് പറയുന്നത്. അപ്പൊ അത് നിങ്ങളുടെ ടെക്സ്റ്റിലുള്ളത് കുറച്ചുകൂടി ഒന്ന് വിശദീകരിച്ചിട്ടുണ്ട്. അത് ഞാനിപ്പോ പോയിന്റ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ നിങ്ങൾ അതുകൂടി ഒന്ന് വായിച്ചു നോക്കുക, നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഓക്കെ, അപ്പൊ അടുത്തതായിട്ട് രാജഗോപാലൻ EP എഴുതിയിട്ടുള്ള നാട്ടറിവും വിമോചനവും എന്ന് പറയുന്ന ആ ഒരു നാട്ടറിവിനെ കുറിച്ചൊക്കെയുള്ള അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങളും കണ്ടെത്തലുകളും ഒക്കെയാണ് ഇനി അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ അതിലെന്താണ്, കാലാകാലങ്ങളായി നിലനിന്ന വിശ്വാസ പാരമ്പര്യങ്ങളെ നവീകരിക്കാനും പരിരക്ഷിക്കാനുമുള്ള ശ്രമങ്ങൾ ഫോക്ലോറിസത്തിന് വഴിവെച്ചു എന്നുള്ളതാണ്. അതായത് എന്തായിരുന്നു ഫോക്ലോറിസം എന്ന് പറയുന്നത്? നമുക്കറിയാം, നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ, ഫോക്ലോറിസം എന്തായിരുന്നു. ഫോക്ലോറിൽ നിന്നും വിട്ടു നിൽക്കുന്ന ഒരു ഭാഗം, അല്ലെങ്കിൽ എന്താ പറയാ ആ ഒരു ഫോക്ലോറിനെ സ്വാഭാവിക പരിസരത്തിൽ നിന്നും മാറ്റിക്കൊണ്ട് മറ്റൊരു പരിസരത്തിലേക്ക് സൃഷ്ടിച്ചെടുക്കുക എന്നുള്ളതാണ്. ഉദാഹരണമായിട്ട് നമുക്ക് പ്രായോഗിക ഫോക്ലോർ എന്താണ് എന്ന് പറഞ്ഞ സ്ഥലത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു തെയ്യത്തിന്റെ സ്വാഭാവിക പരിസരം എവിടെയാണ്? കാവുകളും അമ്പലങ്ങളും ഒക്കെയാണ് തെയ്യത്തിന്റെ സ്വാഭാവിക പരിസരം എന്ന് പറയുന്നത്. എന്നാൽ ആ ഒരു സ്വാഭാവിക പരിസരത്തിൽ നിന്നും തെയ്യം ഇന്ന് എവിടെയൊക്കെ കാണപ്പെടുന്നുണ്ട്? ഘോഷയാത്രകളിൽ കാണപ്പെടുന്നുണ്ട് അല്ലെ. അതുപോലെ തന്നെ ഫോണുകളിലും കമ്പ്യൂട്ടറുകളിലും ഒക്കെ ഫോട്ടോകളായിട്ട് കാണപ്പെടുന്നുണ്ട്. അങ്ങനെ പല വേദികളിലും തെയ്യം കാണപ്പെടുന്നുണ്ട്, തെയ്യത്തിന്റെ ആ ഒരു രൂപം കാണപ്പെടുന്നുണ്ട്. അപ്പോ അതിന് തെയ്യം എന്ന് പറയുന്ന ഫോക്കിനെ സ്വാഭാവിക പരിസരത്തിൽ നിന്നും മറ്റൊരു പരിസരത്തിലേക്ക് മാറ്റി സൃഷ്ടിക്കുകയാണ്, അല്ലെങ്കിൽ മാറ്റി പ്രവർത്തിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതിനെയാണ് ഫോക്ലോറിസം എന്ന് പറയുന്നത്. അതിൽ ഞാൻ ഇപ്പൊ പറഞ്ഞത് എന്താണ്? പ്രായോഗിക ഫോക്ലോർ ആണ് അല്ലെ. അപ്പോ ഫോക്ലോറിനെ തന്നെ അതിന്റെ സ്വാഭാവിക പരിസരത്തിൽ നിന്നും മാറ്റിക്കൊണ്ട് ചെയ്യുന്നതാണ് ഈ ഫോക്ലോറിസം എന്ന് പറയുന്നത്. അപ്പൊ കാലാകാലങ്ങളായി നിലനിന്ന വിശ്വാസ പാരമ്പര്യങ്ങളെ നവീകരിക്കാൻ, അതായത് ആ ഫോക്ലോറിനെ ഒന്നുകൂടി നവീകരിക്കാൻ, പുരോഗതി പ്രാപിക്കാൻ വേണ്ടിയിട്ട് അതിന്റെ പാഠഭേദങ്ങളൊക്കെ വരുത്തി തീർക്കാൻ, പരിണാമങ്ങൾ വരുത്താൻ വേണ്ടിയിട്ടൊക്കെയാണ് ഈ ഫോക്ലോറിസം പ്രവർത്തിക്കുന്നത് എന്ന് പറയാം. അപ്പോ അങ്ങനെ നാടും നഗരവും അല്ലാതുള്ള പരിണാമ വിധേയമാകുന്ന ഇപ്രകാരമുള്ള ഫോക്ലോറുകൾ ധാരാളമായി പഠിക്കേണ്ടതും അതിന്റെ വ്യാപ്തി മനസ്സിലാക്കേണ്ടതുമാണ്. അതെ അല്ലെ. അതായത് പണ്ട് നാടും നഗരവും ഒക്കെ വ്യത്യസ്തമായിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. ഗ്രാമങ്ങൾ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ നഗരങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ ഇന്നത്തെ കാലത്തെ കുറിച്ച് നമ്മൾ ഓർക്കുന്ന സമയത്ത് നാടും നഗരവും ഒക്കെ ഏകദേശം ഒരുപോലെ ആയിട്ടുണ്ട്, അർദ്ധനാഗരിക ലോകമായിട്ടുണ്ട്. അതായത് കാടും മലകളും ഒക്കെ നഗരങ്ങളെ പോലെ പുരോഗതി പ്രാപിച്ചിട്ടുണ്ട്, വികാസം പ്രാപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം എന്താണ്, ഇത് നാടുമല്ല നഗരവുമല്ല എന്ന്. അതായത് അർദ്ധനാഗരിക
ലോകമായിട്ട് ഈ ഒരു കാലഘട്ടത്തിലെ എല്ലാ പ്രദേശങ്ങളും മാറിയിട്ടുണ്ട്. അപ്പോ ആ നാടും നഗരവും അല്ലാതുള്ള പരിണാമ വിധേയമാകുന്ന ഇപ്രകാരമുള്ള ഫോക്ലോറുകൾ ധാരാളമായി പഠിക്കേണ്ടതും അതിന്റെ വ്യാപ്തി മനസ്സിലാക്കേണ്ടതുമാണ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇത്തരത്തിൽ നാടും നഗരവും അല്ലാത്തൊരു പരിസരത്ത് അല്ലെങ്കിൽ ഒരു സ്ഥിതിയിൽ നിലനിൽക്കുന്ന ഫോക്ലോറുകളെ കുറിച്ച് കൃത്യമായിട്ട് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അതെന്തൊക്കെയാണ് ആ ഒരു പ്രദേശത്ത് വരുത്തുന്നത് അല്ലെങ്കിൽ ആ ഒരു ജനക്കൂട്ടത്തിന് വരുത്തുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായി മനസ്സിലാക്കേണ്ടതും ആവശ്യകതയാണ്. അപ്പോ ആഗോളവൽക്കരണം എല്ലാറ്റിനെയും കച്ചവട മനോഭാവത്തോടെ സമീപിക്കുന്നു. അതുമൂലം മൗലികമായ ജീവിതാനുഭവങ്ങളിലൂടെ കൈവന്ന പാകമായ അറിവുകൾ വൈദേശിക പ്രഭാവത്തിന് മുന്നിൽ നിഷ്കാസിതമായി പോയി എന്ന് പറയുന്നുണ്ട്. അതായത് ആഗോളവൽക്കരണത്തിലൂടെ തന്നെ നേരത്തെ പറഞ്ഞ സംഭവം തന്നെയാണ്. എന്താണ്, പരമ്പരാഗതമായിട്ട് നമ്മൾ ഉപാസിച്ചു പോന്നിരുന്ന ഒരുപാട് കാര്യങ്ങളൊക്കെ നിഷ്കാസിതമായി പോയി അല്ലെങ്കിൽ ഇല്ലാതായി പോയി എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അപ്പൊ അത്തരത്തിൽ തൽഫലമായി ആത്മവിശ്വാസം ഇല്ലാത്ത അറിവുടമകളായിട്ട് ജനത മാറി. അതായത് ഇതിനെക്കുറിച്ചൊക്കെ അറിയുമെങ്കിലും ഒരു ആത്മവിശ്വാസം ഇല്ലായ്മ അവരിൽ തെളിഞ്ഞു നിൽക്കുന്നുണ്ട്. അതായത് പണ്ടത്തെ ഏതെങ്കിലും ഒരു അനുഷ്ഠാനം ഇപ്പോൾ ആരോടെങ്കിലും ചോദിക്കുകയാണെങ്കിൽ പോലും അവർക്ക് അതിനെക്കുറിച്ച് പറയാൻ ഒരു ആത്മവിശ്വാസം ഇല്ലായ്മ ഉണ്ടാവും. കാരണം അതിനെക്കുറിച്ച് കൃത്യമായിട്ടൊരു ധാരണ അവർക്കുണ്ടാവും. പക്ഷെ അത് ശരിയാണോ തെറ്റാണോ എന്നുള്ള രീതിയിൽ ഒരു അവബോധം ഇല്ലാത്ത ഒരവസ്ഥ അതിനകത്ത് അല്ലെങ്കിൽ അവർക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതാണ് ഇവിടെ പറയുന്നത്. ഈ ആഗോളവൽക്കരണത്തിന്റെ തൽഫലമായിട്ട് പാരമ്പര്യ സത്യയൊക്കെ നമ്മൾ ഉപേക്ഷിച്ച ആ ഒരു രീതിയിൽ ആത്മവിശ്വാസമില്ലാത്ത അറിവുടമകളായിട്ട് ജനത മാറിയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പൊ പുതിയ കാലത്തിന് ഉപയുക്തമാക്കാൻ പറ്റിയ ജീവിത വീക്ഷണവും പ്രതിരോധശീലങ്ങളും നാട്ടറിവിലുണ്ട് എന്ന വസ്തുത നമ്മൾ വിസ്മരിച്ചു എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്താണ്, പുതിയ കാലത്ത് ഉപയുക്തമാക്കാൻ പറ്റുന്ന, അതായത് പുതിയ കാലത്തും നമുക്ക് ജീവിതത്തിലൊക്കെ എന്താ പറയാ ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ജീവിത രീതികളും അതുപോലെ തന്നെ പ്രതിരോധശീലങ്ങളും ഒക്കെ നാട്ടറിവുകളിലുണ്ട്. അതായത് നമ്മുടെ ആയുർവേദത്തെ കുറിച്ചൊക്കെ നോക്കുന്ന സമയത്ത് അതിനകത്ത് ഒരുപാട് എന്താ പറയാ രോഗങ്ങൾക്കുള്ള മരുന്നുകളും കാര്യങ്ങളും ഒക്കെ അതിനകത്തുണ്ട് അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള വസ്തുതകളൊക്കെ നമ്മൾ വിസ്മരിക്കുകയാണ് ഉണ്ടായത്, നമ്മൾ മറന്നു പോവുകയാണ് ഉണ്ടായത്. അപ്പോ ഫോക്ലോറിന് കൂട്ടറിവെന്നോ സംഘവഴക്കമെന്നോ അല്ല, നാട്ടറിവെന്നാണ് മലയാളത്തിൽ പരിഭാഷ ചെയ്തിട്ടുള്ളത് എന്ന് പറയുന്നുണ്ട്. അതായത് നാട്ടറിവ് എന്ന് പറയുന്ന സമയത്ത് നാടിന്റെ അറിവാണ് അല്ലെ. അപ്പൊ അതൊരു വ്യത്യസ്തമായ കാഴ്ചപ്പാടാണ്. നാടിന് മൊത്തം ഉപകാരപ്രദമായിട്ടുള്ള അറിവാണ് നാട്ടറിവ് എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചപ്പാട് ആ ഫോക്ലോറിനുണ്ട് എന്നുള്ളതാണ്. അടുത്ത പോയിന്റ് എന്താണ്, തനിമയെ ഉൾക്കൊള്ളാത്ത ജനത പാശ്ചാത്യമായ അറിവുകളെ മാതൃകയാക്കുകയും വിശ്വസിക്കുകയും അതിനെ അന്ധമായി അനുകരിക്കുകയും ചെയ്തു. അങ്ങനെ നമ്മുടെ അസ്തിത്വത്തെ പോലും ഇല്ലാതാക്കും വിധമാണ് വൈദേശിക സ്വാധീനം ഉണ്ടായത് എന്ന് പറയുന്നുണ്ട്. അതായത് നമ്മുടെ വൈദേശിക സ്വാധീനത്തെ കുറിച്ച് പറയുന്നുണ്ട്. അതായത് നമ്മുടെ തനതായിട്ടുള്ള വസ്തുത അല്ലെങ്കിൽ സംസ്കാരത്തെ, നമ്മുടെ നാടൻ തനിമയെ ഒക്കെ ഇല്ലാതാക്കിക്കൊണ്ടാണ് വൈദേശിക സ്വാധീനം ഈ ഒരു ജനതയ്ക്കുള്ളിലേക്ക് പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നത് എന്നുള്ള കാര്യം പറയുന്നുണ്ട്. അപ്പോ ഫ്യൂഡൽ സ്വഭാവമുള്ളത്, പ്രായോഗികതയില്ലാത്തത്, കാര്യക്ഷമതയില്ലാത്തത്, സമകാലികമല്ലാത്തത് തുടങ്ങിയ തെറ്റായ ധാരണകളാണ് നാട്ടറിവിനെ കുറിച്ച് പ്രചരിപ്പിച്ചത്. അതായത് ഈ നാട്ടറിവൊന്നും ഒരു പ്രയോജനവും ഇല്ല, ഒരു കാര്യവും ഇല്ല ഇതൊന്നും അറിഞ്ഞിട്ട് എന്നുള്ള രീതിയിൽ, ഒരു ഉപകാരപ്രദമല്ലാത്ത രീതിയിലാണ് നാട്ടറിവ് എന്നുള്ള ഒരു തെറ്റായ ഒരു ബോധം എല്ലാവരിലും ഉണ്ടാക്കിയെടുത്തു എന്നുള്ളതാണ്. അത് വൈദേശിക സ്വാധീനമാണ് അങ്ങനെ ഒരു ബോധം എല്ലാവരിലും ഉണ്ടാക്കിയെടുത്തത്. ഇപ്പോഴും ചില ആളുകൾ ആയുർവേദത്തിലേക്ക് പോകുന്ന സമയത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പച്ചില മരുന്നോ എന്തെങ്കിലും ഒരു മുറിവിന് എന്തെങ്കിലും വേണ്ടി ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ ചോദിക്കും അല്ലെ, ഡോക്ടറെ കാണിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ഇത് ശരിയാണോ ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ നമുക്കൊരു ടെൻഷനാണ്. അതായത് നാട്ടറിവ് എന്ന് പറയുന്നത് നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു വിശ്വാസമില്ല എന്നുള്ളതിന്റെ തെളിവ് തന്നെയാണത്. അപ്പൊ അത്തരത്തിലുള്ളൊരു എന്താ പറയാ മിഥ്യാധാരണ ജനങ്ങളിലേക്ക് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാം. അപ്പോ നാടിനെയും നാട്ടു സംസ്കാരത്തെയും വിസ്മരിക്കാതെയുള്ള സ്വന്തമായ ആധുനികതയാണ് വളർത്തിയെടുക്കേണ്ടത്. അപ്പോ അതാണ് ഫോക്ലോറും കൊളോണിയലിസവും തമ്മിലുള്ള ഒരു ബന്ധത്തെ കുറിച്ച് പറയുന്നത്. അതായത് നമുക്ക്
എന്താണ്, പുതിയ ജീവിത രീതികളൊക്കെ തന്നെയാണ്, പുതിയ കാര്യങ്ങളും ഒക്കെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വേണം. എന്നാൽ പോലും നമ്മുടെ പാരമ്പര്യത്തെയും നാട്ടറിവിനെയും ഒക്കെ നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ നമുക്ക് പിൽക്കാലത്ത് എന്തെങ്കിലും ഒരു രോഗമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യമോ വന്നാൽ നമുക്ക് അതിന് പരിഹാരമായിട്ട് എന്തെങ്കിലുമൊക്കെ ഈ പാരമ്പര്യ സത്തയിൽ അല്ലെങ്കിൽ പാരമ്പര്യമായിട്ട് നമുക്ക് കിട്ടിയതിലുണ്ടോ എന്നുള്ളത് അറിയണമെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ധാരണ വേണം, അല്ലെ? അപ്പൊ അത്തരത്തിൽ നാട്ടറിവിനെ കുറിച്ച് പഠിക്കേണ്ടതും അതിനെക്കുറിച്ച് ഉള്ള അവബോധം വളർത്തിയെടുക്കേണ്ടതും ഒക്കെ ആധുനികതയാണ് എന്ന് പറയുന്നുണ്ട്. അതായത് ആധുനിക ജനത അതിനു കൂടി സമയം കണ്ടെത്തേണ്ടതുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഈ ഫോക്ലോർ പഠനത്തിന്റെ പ്രസക്തി ഇവിടെയും എന്താ പറയാ, വർത്തമാന കാലഘട്ടത്തിൽ ഏറ്റവും പ്രസക്തമാണ് എന്നും കൂടി ഇവിടെ പറഞ്ഞു വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ നാട്ടറിവിന്റെ പ്രസക്തി എന്താണ് എന്നുള്ള കാര്യം കുറച്ച് പോയിന്റ്സ് ആയിട്ട് പറയുന്നുണ്ട്. നാട്ടറിവുകളെ ശേഖരിക്കാനും പഠിക്കാനും ശ്രമിച്ചത് ജനകീയ പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ടാണ് എന്ന് പറയുന്നുണ്ട്. നാട്ടറിവുകൾ സ്വകാര്യ വ്യക്തികളുടേതല്ല, സമൂഹത്തിൻ്റെതാണ്. നമ്മൾ പറഞ്ഞു എല്ലാ ഫോക്കും ഒരു കൂട്ടത്തിന്റെ നിർമ്മിതിയാണ്, അല്ലെ? അതായത് ഒരാളല്ല, ഒരു അജ്ഞാത കർത്തൃകമാണ് ഓരോ ഫോക്കിനും ഉള്ളത്. അതായത് ഒരാളല്ല അത് ഉണ്ടാക്കിയെടുക്കുന്നത്. ഏതെങ്കിലും ഒരു കൃതി നമ്മൾ എഴുതുന്ന സമയത്ത് അതിന് ഒരു ഓദർ ഉണ്ടാവും, അല്ലെ? ആരാണ് എഴുതിയിട്ടുള്ളത്, ഒരു കർത്താവ് ഉണ്ടാവും. എന്നാൽ ഈ ഓരോ ഫോക്കിനും അങ്ങനെ ഒരു കർത്താവില്ല. ഒരു സമൂഹമാണ് അല്ലെങ്കിൽ ഒരു കൂട്ടമാണ് അവിടെ കർത്തൃത്വം നിർവഹിക്കുന്നത്. അതാണ് നമ്മുടെ ഫോക്കിന്റെ സവിശേഷതകളില് സംഘകർത്തൃത്വം എന്ന് പറയുന്നത്. സംഘത്തിന്റെ കർത്തൃത്വമാണ് ഫോക്ലോർ എന്ന് പറയുന്നത്. അപ്പോ അങ്ങനെ അധ്വാനിക്കുന്ന മനുഷ്യവർഗത്തിൻ്റെതാണ് ഫോക്ലോറിസ്റ്റുകൾ എന്ന് സ്ഥാപിച്ചിട്ടുണ്ട്. അതായത് ഫോക്ലോർ എന്ന് പറയുന്നത് അധ്വാനിക്കുന്ന മനുഷ്യവർഗത്തിൻ്റെതാണ് എന്നുകൂടി സ്ഥാപിച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. നാട്ടറിവ് ശേഖരണം മുതലാളിത്ത വിമർശനത്തിന്റെയും സാമ്രാജ്യത്വ വിരുദ്ധതയുടെയും ചരിത്രത്തിന്റെ ഭാഗമാകുന്നു എന്ന് പറയുന്നു. അതായത് മുതലാളിത്ത വിമർശനം, അതായത് നമ്മുടെ അധികാരങ്ങളെയൊക്കെ വിമർശിക്കുന്ന രീതിയിലും നാട്ടറിവ് ശേഖരണം വരുന്നുണ്ട്. അല്ലെങ്കിൽ നമുക്ക് എപ്പോഴും ഈ തെയ്യത്തിനെയും അതുപോലെ തന്നെ മുടിയേറ്റ്, പടയണി തുടങ്ങിയിട്ടുള്ള ഒരുപാട് എന്താ പറയാ അനുഷ്ഠാന കലകളും ഒക്കെ പ്രധാനമായിട്ടും ഒരു അധികാരത്തോടുള്ള പ്രതിരോധമായിട്ടാണ് നിലനിൽക്കുന്നത് എന്ന് പറയാം. അത്തരത്തിലൊരു മുതലാളിത്ത വിമർശനത്തിന്റെ ഒക്കെ ഭാഗമായിട്ട് ഈ നാട്ടറിവ് ശേഖരണം നിൽക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. നാട്ടറിവുകൾ ആഗോളീകരണത്തിനും മുതലാളിത്തത്തിനും എതിരായിട്ടുള്ള ഒരു പ്രതിരോധ ശക്തിയായിട്ട് മാറുന്നുണ്ട് എന്നുകൂടി ഇവിടെ പറഞ്ഞു വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോ ആഗോളവൽക്കരണം സൃഷ്ടിക്കുന്ന അന്യതാബോധത്തിൽ നിന്ന് രക്ഷ നേടാൻ നാട്ടറിവ് ജീവിതത്തിന്റെ ഭാഗമാക്കണം എന്നുകൂടി പറയുന്നുണ്ട്. അതായത് നമ്മുടെ പുതിയ കാലഘട്ടത്തിൽ നമ്മുടെ പുതിയ ജീവിതത്തിലേക്ക് നമ്മൾ ഇറങ്ങി ചെല്ലുന്ന സമയത്ത് നാട്ടറിവ് കൂടി നമ്മുടെ ഉള്ളിൽ വെക്കണം, അല്ലെങ്കിൽ നാട്ടറിവിന്റെ ശേഖരണം നമുക്ക് ഉണ്ടായിരിക്കണം എന്നുള്ള കാര്യം ഇവിടെ പറയുന്നു. ഇനി അടുത്തതായിട്ട് ഫോക്ലോറിലെ മാറുന്ന പ്രവണതകളെ കുറിച്ചാണ് നമുക്ക് പഠിക്കേണ്ടത്. സന്തോഷ് HK എഴുതിയിട്ടുള്ള കുറെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോ അതിലെന്താണ് പറയുന്നത്? ഫോക്ലോറിൽ സംഭവിക്കുന്ന പരിണാമങ്ങൾ സൂക്ഷ്മമായി വിശകലനം ചെയ്യുന്ന വേളയിലാണ് ഫോക്ലോറിസം അടയാളപ്പെടുത്തുന്നത്. അതായത് ഫോക്ലോറിനെ മറ്റൊരു സ്വാഭാവിക പരിസരത്തിൽ നിന്നും അതിന്റെ വേറൊരു പരിസരത്തിലേക്ക് മാറ്റുക എന്ന് പറയുന്ന സമയത്ത് ഫോക്ലോറിന് സംഭവിക്കുന്ന ഒരു പരിണാമം തന്നെയാണ്, അല്ലെ? ആ ഒരു പരിണാമത്തിൽ നിന്നാണ് ഈ ഫോക്ലോറിസം അടയാളപ്പെടുത്തുന്നത് എന്ന് പറഞ്ഞു. നമ്മൾ നേരത്തെ പറഞ്ഞ സെയിം പോയിന്റ് തന്നെയാണ്. അപ്പോ ഫോക്ലോറിൽ സംഭവിക്കുന്ന പരിണാമം എങ്ങനെയൊക്കെ ഉള്ളതാണ്? അതിജീവന സ്വഭാവം പുലർത്തുന്നവയും പുതുക്കപ്പെടുന്നവയുമാണ് ഫോക്ലോർ എന്ന് പറയുന്നുണ്ട്. അതായത് ഏതൊരു ഫോക്ലോർ ആണെങ്കിൽ പോലും ഓരോ കാലഘട്ടം അനുസരിച്ച് അത് പുതുക്കപ്പെടും, അല്ലെങ്കിൽ പുതിയ കാര്യങ്ങൾ അതിലേക്ക് ആഡ് ചെയ്യപ്പെടും, അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങൾ അതിൽ നിന്ന് ഒഴിവാക്കപ്പെടും. അങ്ങനെയൊക്കെ അത് പുതുക്കപ്പെടുന്ന ഒരു സ്വഭാവം എപ്പോഴും ഫോക്ലോറിനുണ്ട് എന്ന് പറയാം. അപ്പോ ഇവിടെ ഒരു കാര്യം പറയുന്നുണ്ട്. റിച്ചാർഡ് ഡോസിന്റെ ഫോക്ലോർ ആൻഡ് ഫോക്ക് ലൈഫ് എന്ന കൃതിയിൽ മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് സമ്പ്രദായം ഫോക്ലോറിന്റെ വിപണനത്തിനും ചൂഷണത്തിനും ഇടയാക്കിയതായി പറയുന്നു എന്ന്. ഇന്ത്യയിലും നാടൻ കലകളെ ഉപയോഗപ്പെടുത്തിക്കൂടിയാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ വളർന്നു വന്നത് എന്നുകൂടി പറയുന്നുണ്ട്. അതായത് റിച്ചാർഡ് ഡോസന്റെ ഫോക്ലോർ ആൻഡ് ഫോക്ക് ലൈഫ് എന്ന് പറയുന്ന കൃതിയിൽ നമ്മുടെ ഈ ഭരണ സമ്പ്രദായത്തില് ഇത്തരം ഫോക്ലോറുകൾ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് എന്നുകൂടി പറയുന്നുണ്ട്. അപ്പൊ ഉദാഹരണത്തിന് നമ്മൾ പറയുകയാണെങ്കിൽ നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലൊക്കെ എന്താണ് തെയ്യത്തിന്റെ ഒരു പ്രതിരോധം എന്ന നിലയ്ക്ക് തെയ്യത്തിന്റെ രൂപം അല്ലെങ്കിൽ ചുവപ്പിന്റെ രൂപം കൂടുതലായിട്ട് കാണപ്പെടുന്നുണ്ട്, അല്ലെ?
അപ്പോ ആ ഒരു തെയ്യം എന്ന് പറയുന്നത് അവരുടെ നയമായിട്ട് അല്ലെങ്കിൽ രാഷ്ട്രീയ നയമായിട്ട് മാറുന്ന ഒരു അവസ്ഥ, ഫോക്കിനെ ഒരു രാഷ്ട്രീയ തന്ത്രമാക്കി മാറ്റിയെടുക്കുന്ന ഒരു അവസ്ഥ നമുക്കതിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ അത്തരത്തിൽ ഫോക്ലോർ പല വിധത്തിലും ഉപയോഗിക്കപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. കച്ചവട തന്ത്രത്തിന് പരസ്യത്തിലൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് അതൊരു കച്ചവട തന്ത്രമായിട്ട് മാറുകയാണ്. ഭരണപരമായിട്ട് അല്ലെങ്കിൽ രാഷ്ട്രീയപരമായിട്ട് ഉപയോഗിക്കുന്ന സമയത്ത് രാഷ്ട്രീയ തന്ത്രമായിട്ട് മാറുകയും അങ്ങനെ പല രീതികളിൽ ഈ ഫോക്ലോർ ഉപയോഗിക്കപ്പെടുന്നുണ്ട് എന്നുള്ള ഒരു കാര്യം ഇവിടെ പറയുന്നുണ്ട്. അപ്പൊ അതാണ് ഫോക്ലോറിലെ മാറുന്ന പ്രവണതകളാണ് പറഞ്ഞു വരുന്നത്. ഫോക്ലോറിനെയും ഫോക്ലോറിസത്തെയും വേർതിരിച്ച് കാണാൻ ശ്രമിക്കുന്നതിന്റെ ഭാഗമായാണ് വാമൊഴി നൃത്ത നാടക രൂപങ്ങളെ ഫോക്ലോർ എന്ന് ബ്ലോസ്ലാവ് ബെനസ് പുനർനിർവചനം നൽകിയത്. അപ്പോ എന്താണ്, ഫോക്ലോർ വേറെയാണ്, ഫോക്ലോറിസം വേറെയാണ് എന്നുള്ളതിനെ വേർതിരിച്ച് കാണാൻ വേണ്ടിയിട്ട് ഇവിടെ ആരാണ്, ബോസ്ലാവ് ബെനസ് എന്ന് പറയുന്ന ഒരു ഫോക്ലോറിസ്റ്റുകാരൻ എന്ത് ചെയ്യുന്നുണ്ട്, പുനർനിർവചനം നടത്തിയിട്ടുണ്ട്. എന്താണ്, വാമൊഴി നൃത്ത നാടക രൂപങ്ങളെ ഫോക്ലോർ ആണ് എന്ന്, വാമൊഴി നൃത്ത നാടക രൂപങ്ങൾ ഫോക്ലോർ ആണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ ഒരു പുനർനിർവചനം കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. പൊതു പാരമ്പര്യത്തിൽ നിന്നും രൂപം കൊണ്ട് ഫോക്ലോറിന്റെ അനുകരണമായ വൈയക്തിക സൃഷ്ടികളെയാണ് ഫോക്ലോറിസത്തിൽ ഉൾപ്പെടുന്നത്. അതായത് കൃത്യമായിട്ടൊരു പാരമ്പര്യത്തിൽ നിന്ന് വരുന്നതാണ് ഫോക്ലോർ എന്ന് പറയുന്നത്. അതിനെ ഉൾക്കൊണ്ടുകൊണ്ട് അതിന്റെ അനുകരിച്ചുകൊണ്ട് വേറൊരു രീതിയിൽ, ഒരു വ്യക്തിപരമായിട്ടുള്ള രീതിയിൽ അതിനെ അടയാളപ്പെടുത്തുക അല്ലെങ്കിൽ അതിനെ ഉപയോഗിക്കുക, പുനഃസൃഷ്ടിക്കുക എന്നുള്ളതാണ് ഫോക്ലോറിസത്തിൽ ഉൾപ്പെടുന്നത് എന്നുള്ള കാര്യം പറയുന്നുണ്ട്. ബെനസിനെ സംബന്ധിച്ച് ഫോക്ലോർ പാരമ്പര്യത്തിന്റെ പര്യായമാണ് എന്ന് പറയുന്നുണ്ട്. അതായത് പാരമ്പര്യത്തിന്റെ പര്യായം എന്ന് പറയുന്ന സമയത്ത് പാരമ്പര്യത്തിന്റെ അനുകരണമായിട്ടാണ് ഫോക്ലോർ എന്ന് പറയുന്നതിനെ ബെനസ് കാണുന്നത് എന്നാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ റഷ്യൻ ഫോക്ലോറിസ്റ്റ് ആയിട്ടുള്ള വിജയ് ഗുസ്സേവ് ആധുനിക ഫോക്ലോറിസ്റ്റ് മാതൃകാ രൂപങ്ങൾ എന്ന ലേഖനത്തില് ഫോക്ലോറിനെ രണ്ടായിട്ട് വിഭജിക്കുന്നുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഏകകാലികം, അതുപോലെ തന്നെ പുനഃസൃഷ്ടി. ഏകകാലികം എന്ന് പറയുന്നത് ഒന്നാമത്തേതാണ്. അതിൽ തന്നെ എന്താണ് ഉദ്ദേശിക്കുന്നത്, പാരമ്പര്യേതര പരിസരത്തിൽ പുനഃസൃഷ്ടിക്കപ്പെടുന്നവ. അത് ഏകകാലികമായിട്ട് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. രാഷ്ട്രീയപരമായിട്ടുണ്ട്, കലാത്മകപരമായിട്ടും ഉണ്ട്. അപ്പൊ പിന്നെ നമ്മൾ പറയുന്നത് രണ്ടാമത്തത് ബഹുകാലികമാണ്. ബഹുകാലികം എന്ന് പറയുന്ന സമയത്ത് സമകാല ആൾക്കൂട്ട സംസ്കാരത്തിൽ പാരമ്പര്യ ഫോക്ലോറിന് സംഭവിക്കുന്ന രൂപാന്തരങ്ങൾ, അത് നമുക്ക് പരിണാമങ്ങളും രൂപാന്തരങ്ങളും ഒക്കെ എന്താണ് കാലക്രമമായിട്ടാണ് സംഭവിക്കുന്നത് അല്ലെ. അപ്പൊ ഏകകാലികം എന്ന് പറയുന്നത് ഒരു കാലത്തിൽ സംഭവിക്കുന്ന മാറ്റങ്ങളാണ്. അപ്പോ അത് രാഷ്ട്രീയപരമായിട്ടും കലാത്മകമായിട്ടും ഒക്കെ പുനഃസൃഷ്ടിക്കപ്പെടുന്നവയായിട്ടും ഒക്കെ മാറ്റം സംഭവിക്കുന്നുണ്ട്. എന്നാൽ ബഹുകാലികത്തിൽ എങ്ങനെയാണ്, ഓരോരോ കാലഘട്ടത്തിനനുസരിച്ച് മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. അവിടെ രാഷ്ട്രീയ കലാ സംവിധാനങ്ങൾക്ക് കീഴിൽ സംഭവിക്കുന്ന രൂപമാറ്റങ്ങളും അതുപോലെ തന്നെ മാസ് കമ്മ്യൂണിക്കേഷൻ വഴി പുനരവതരിപ്പിക്കപ്പെടുന്ന മാറ്റങ്ങളും ഒക്കെ ബഹുകാലികത്തിൽ സംഭവിക്കുന്നുണ്ട് എന്നാണ് ഉദ്ദേശിക്കുന്നത്. നഷ്ടപ്പെട്ടു പോയതിനെ വീണ്ടെടുക്കുവാനും സ്വന്തം പാരമ്പര്യം കണ്ടെത്തുവാനും കൂടുതൽ ശ്രമിക്കുന്നത് പ്രവാസി ജനതയാണ് എന്നുകൂടി പറയാം. അതായത് നമ്മുടെ പ്രവാസികളൊക്കെ സന്തോഷ് അഭിപ്രായമാണ് കേട്ടോ. അപ്പൊ പ്രവാസികളൊക്കെ നമ്മുടെ നാടൻ തനിമയൊക്കെ വീണ്ടെടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. നാട്ടിൽ നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ ഈ നാടിനെ അവർ മിസ് ചെയ്യും അല്ലെ. അപ്പോ ഓണാഘോഷവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രവാസികള് അവിടെ ആഘോഷിക്കുകയും ഒക്കെ ചെയ്യുന്ന സമയത്ത് നാടൻ തനിമ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവര് ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഇങ്ങനെ പറയുന്നത്, നഷ്ടപ്പെട്ടു പോയതിനെ വീണ്ടെടുക്കാനും സ്വന്തം പാരമ്പര്യം കണ്ടെത്തുവാനും കൂടുതൽ ശ്രമിക്കുന്നത് പ്രവാസി ജനതയാണ് എന്നുള്ള കാര്യം. അവിടെ പ്രകടനപരതയാണുള്ളത്. ഓണത്തിനൊക്കെ അവിടെ ആഘോഷിക്കുന്ന ഓണത്തപ്പനായിട്ടും ഒക്കെ ആ ഒരു എന്താ പറയാ, ഫോക്ലോറിന്റെ കൃത്യമായിട്ടുള്ള ഒരു പരിസരം അല്ലാഞ്ഞിട്ട് കൂടി അവരത് അവിടെ പുനഃസൃഷ്ടിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇനി അടുത്തതായിട്ട് ഫോക്ലോർ പഠനത്തിന്റെ ശാസ്ത്രീയ വശം, കലാപരമായ വശം എന്ന് റാൽഫ് ബോക്സ് ശുദ്ധ ഫോക്ലോറിനെയും പ്രയുക്ത ഫോക്ലോറിനെയും വിവേചിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് ഫോക്ലോർ പഠനത്തിന്റെ ശാസ്ത്രീയ വശം ഇന്നതാണ്, കലാപരമായ വശം ഇന്നതാണ് എന്ന് പറഞ്ഞിട്ട് പ്രയുക്ത ഫോക്ലോർ എന്ന് പറയുന്നത് പിന്നെ ഫോക്ലോറിസത്തിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. ആ ഒരു ശുദ്ധ ഫോക്ലോർ എന്ന് പറയുന്നത് കൃത്യമായിട്ട് പരമ്പരാഗതമായിട്ട് നമ്മൾ തുടർന്നു പോരുന്ന ഫോക്ലോർ. പ്രയുക്ത ഫോക്ലോർ എന്ന് പറയുന്നത് പ്രയോഗിക്കപ്പെടുന്ന ഫോക്ലോർ. അപ്പോ അതിനെ വിവേചിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ജനങ്ങളിൽ നിന്നും ശേഖരിച്ച വസ്തുതകളെ വർഗീകരിച്ച് വിശകലനം ചെയ്യുന്നതാണ് ശുദ്ധ ഫോക്ലോർ എന്ന് പറയുന്നത്. അതായത്
നേരിട്ട് ജനങ്ങളിൽ നിന്നും വിവരങ്ങൾ ശേഖരിക്കുകയും അതിനെ കൃത്യമായിട്ട് പട്ടികപ്പെടുത്തി പഠിക്കുകയും ഒക്കെ ചെയ്യുന്നതാണ് ശുദ്ധ ഫോക്ലോർ എന്ന് പറയുന്നത്. എന്നാൽ അതിനെ പ്രായോഗിക തലത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നതാണ് പ്രയുക്ത ഫോക്ലോർ. അതായത് തെയ്യം ഇവിടെ ഈ ശുദ്ധ ഫോക്ലോർ ആണെങ്കിൽ തെയ്യത്തിനെ ഒരു ഘോഷയാത്രയിൽ ഇടുന്ന സമയത്ത് അത് അവിടെ പ്രയുക്ത ഫോക്ലോർ ആയിട്ട് മാറുകയാണ്. അപ്പൊ അതാണ് ഉദ്ദേശിക്കുന്നത്. അടുത്തതായിട്ട് ഫോക്ലോറിന് വേണ്ടി എന്ന് വാദിച്ചവരെ ശുദ്ധ ഫോക്ലോർ വാദി എന്നും ഫോക്ലോറിനപ്പുറത്ത് ഇതര മേഖലകളിൽ അത് കൈകാര്യം ചെയ്തവരെ ശുദ്ധ ഫോക്ലോറിസ്റ്റ് എന്നും വിളിക്കുന്നു എന്ന് പറയുന്നുണ്ട്. ശുദ്ധ ഫോക്ലോർ എന്നും ശുദ്ധ ഫോക്ലോറിസ്റ്റ് എന്നും വിളിക്കുന്നു എന്നാണ് പറയുന്നത്. അതായത് ഫോക്ലോറിന് വേണ്ടി മാത്രമാണ് എന്ന് വാദിച്ചവര് ശുദ്ധ ഫോക്ലോർ വാദി എന്നാണ് വിളിക്കുന്നത്. അത് ജസ്റ്റ് ഒന്ന് നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ മതി. ഇനി ഫോക്ലോറിനപ്പുറത്ത് ഇതര മേഖലകളുമായിട്ട് എന്താ പറയാ അത് ഫോക്ലോറിനെ കൈകാര്യം ചെയ്യുന്നവരെ ഫോക്ലോറിസ്റ്റുകൾ എന്നാണ് വിളിച്ചിട്ടുണ്ടായിരുന്നത് എന്ന് പറയാം. ഇവിടെയൊക്കെ ഫോക്ലോറും ഫോക്ലോറിസവും തമ്മിലുള്ള ആ ഒരു വ്യത്യാസമാണ് കാണാൻ സാധിക്കുന്നത് കേട്ടോ. ഫോക്ലോർ എന്ന് പറയുന്നത് അത് കൃത്യമായിട്ട് അതിന്റെ ശുദ്ധപരമായിട്ടുള്ള രീതിയിൽ അതിന്റെ സ്വാഭാവിക പരിസരത്ത് ഉണ്ടാകുന്ന സംഭവമാണ്. എന്നാൽ ഫോക്ലോറിസം എന്ന് പറയുന്നത് എന്താണ്? അതിന്റെ സ്വാഭാവിക പരിസരത്തിൽ നിന്നും മറ്റൊരു രീതിയിലേക്ക് അതിനെ മാറ്റുന്ന അല്ലെങ്കിൽ രൂപാന്തരം ചെയ്യപ്പെടുന്ന അവസ്ഥയാണ് ഫോക്ലോറിസത്തിലുള്ളത്. അപ്പൊ അത് രണ്ടും കൃത്യമായിട്ട് അതിന്റെ വ്യത്യാസങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ ഈ പോയിന്റ്സ് ഒക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടും. ഇനി അടുത്തതായിട്ട് ഒരു പോയിന്റ് ഉണ്ട്. നാടും നഗരവും ഇല്ലാതെ അർദ്ധനാഗരിക ലോകം കേരളത്തിൽ ഉണ്ടായാൽ അവിടെ രൂപീകരിക്കപ്പെടുകയും രൂപാന്തരപ്പെടുകയും ചെയ്യുന്ന ഫോക്ലോർ വേറിട്ടു നിൽക്കുന്ന ഒന്നായിരിക്കും എന്ന് പറയുന്നുണ്ട്. അതായത് നാടും നഗരവും അല്ലാത്ത ഒരു പരിതസ്ഥിതിയാണ് നമുക്കുള്ളത് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. അപ്പൊ ആ ഒരു അർദ്ധനാഗരിക ലോകത്ത് എന്താണ് രൂപീകരിക്കപ്പെടുന്ന ഫോക്ലോറും അതിന്റെ പ്രേക്ഷണം ചെയ്യപ്പെടുന്ന ആ ഒരു രീതിയും ഒക്കെ കൃത്യമായിട്ടും വ്യത്യസ്തമായിരിക്കും, ഇതുവരെ ഉള്ളതിനേക്കാൾ വ്യത്യസ്തമായിരിക്കും എന്ന് സന്തോഷ് എച്ച്.കെ എന്താ പറയാ നിരീക്ഷിക്കുന്നുണ്ട് എന്ന് പറയാം. അപ്പൊ അത്രയുമാണ് നമ്മുടെ ഈ ഫോക്ലോർ എന്ന് പറയുന്ന പേപ്പറില് ലാസ്റ്റ് ബ്ലോക്കിൽ 4ാമത്തെ ബ്ലോക്കിൽ പറയുന്നത്. നമ്മുടെ വർത്തമാന കാലഘട്ടത്തിൽ ഫോക്ലോർ പഠനത്തിന്റെ പ്രസക്തി എന്താണ്, ഫോക്ലോർ പഠനം എങ്ങനെയാണ് ഇപ്പൊ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ, അതിന്റെ ദത്തശേഖരണം ഏത് വിധത്തിലൊക്കെയാണ് നടക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഈ ഒരു ബ്ലോക്കിൽ പഠിക്കാനുള്ളത്. അപ്പോൾ ഈ ഫോക്ലോർ എന്ന് പറയുന്ന പേപ്പർ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഒരുപാട് കലകളെ കുറിച്ചും അനുഷ്ഠാനങ്ങളെ കുറിച്ചും ഒക്കെ പഠിക്കാനുണ്ട്. അതൊക്കെ നമുക്ക് പരിചിതമായിട്ട് അല്ലെങ്കിൽ നമ്മൾ ഇത്രയും കാലം പഠിച്ചു വന്ന കാര്യങ്ങളൊക്കെ തന്നെ ആയതുകൊണ്ട് തന്നെ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് അത് കൈകാര്യം ചെയ്യാവുന്നതേ ഉള്ളൂ. അതിന്റെ ചില ചിട്ടവട്ടങ്ങൾ മാത്രം ഒന്ന് കൃത്യമായിട്ട് പഠിച്ചു വെച്ച് പോയാൽ മതി. അതുപോലെ നിർവചനങ്ങളും കൃത്യമായിട്ടൊന്ന് നോക്കുക. പിന്നെ സിദ്ധാന്തങ്ങൾ ഉണ്ടായിരുന്നു അല്ലെ? അപ്പൊ ആ സിദ്ധാന്തങ്ങളൊക്കെ ആരൊക്കെ എന്തൊക്കെ സിദ്ധാന്തം പറഞ്ഞു, അതെന്തൊക്കെയാണ്, എന്തിന്റെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കൃത്യമായിട്ടൊന്ന് നോക്കി പോവുക. അപ്പൊ അത്രയൊക്കെയാണ് ഈ ഒരു ഫോക്ലോർ എന്ന് പറയുന്ന പേപ്പറിൽ പറയാനുള്ളത്. കുറെ അധികം കത്തിയടിക്കാൻ പറ്റിയ ഒരു പേപ്പർ തന്നെയാണ് ഇത് എന്ന് നമുക്ക് പറയാം. അതായത് നമ്മുടെ ചുറ്റും കാണുന്ന കുറെ സംഭവങ്ങളെയൊക്കെയാണ് ഈ ഫോക്ലോർ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ചുറ്റുപാടുമുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിലേക്ക് ഉൾക്കൊള്ളിക്കാൻ സാധിക്കുന്നതാണ് അല്ലെ? പ്രായോഗിക ഫോക്ലോറും ഒക്കെ എഴുതുന്ന സമയത്ത് എന്താ പറയാ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സ്വാഭാവിക പരിസരത്തിൽ നിന്നും മാറിക്കൊണ്ട് ഓരോ രീതിയിൽ രൂപപ്പെടുത്തുന്ന അല്ലെങ്കിൽ പുനർനിർമ്മിക്കപ്പെടുന്ന ഫോക്ലോറുകളെയൊക്കെ നമുക്ക് കൃത്യമായിട്ട് കണ്ടിട്ടുള്ളതാണ്. നമ്മൾ ഓരോ ആഘോഷവേളകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പൊ അതിനെ കുറിച്ചൊക്കെ വിശദീകരിച്ച് എഴുതാൻ പറ്റും എന്നുള്ളത് ഉറപ്പാണ്. അപ്പോ ഒന്നും പേടിക്കേണ്ടതില്ല. കൃത്യമായിട്ട് നിങ്ങൾക്ക് എക്സാം ഒക്കെ നന്നായിട്ട് എഴുതാൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. എല്ലാവരും നല്ല മാർക്ക് വാങ്ങാൻ നന്നായിട്ട് എക്സാം ഒക്കെ എഴുതുക. അപ്പോൾ അടുത്തൊരു പേപ്പറുമായിട്ട് അടുത്തൊരു ക്ലാസ്സിൽ കാണാം. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.